രുദ്രാത്മികം ഭാഗം 9. ദച്ചു, നീ ഇതെവിടേക്കാ? ഡിക്കിയിൽ ലഗേജൊക്കെ എടുത്ത് വെച്ച് ബാക്ക് സീറ്റിൽ കയറിയിരുന്ന അവളെ നോക്കി രുദ്രൻ ചോദിച്ചു. അത് ചേട്ടാ, അച്ഛനും അമ്മയും വരാൻ ലേറ്റാവും, അതുകൊണ്ട് എന്നോടും നിങ്ങളുടെ കൂടെ വരാനാ പറഞ്ഞത്. ദച്ചു പറഞ്ഞത് കേട്ടപ്പോൾ രുദ്രൻ ആമിയെ നോക്കി. എന്നാൽ അവൾ അങ്ങനെ 2 പേര് കൂടെ ഉണ്ട് എന്ന് പോലും ഓർക്കാതെ ഫോണിൽ കാര്യമായ ചാറ്റിങ്ങിലാണ്. ദച്ചു വരുന്നതിനെ പറ്റി അവളായിട്ട് ഇനി ഒന്നും പറയില്ല എന്ന് ഉറപ്പായതും രുദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു. പോകും വഴി രുദ്രൻ വീട്ടിലേക്ക് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. കൂടെ ദച്ചുവും. ആമിയാണേൽ അതിലൊന്നും താല്പര്യമില്ലാതെ കാറിൽ തന്നെ ഇരുന്നു. വീട്ടുകാരെ കാണിക്കാനുള്ള അവൻ്റെയും അനിയത്തിയുടെയും അഭിനയം ഓർത്ത് അവളിൽ പുച്ഛം നിറഞ്ഞു. എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു അവളുടെ ഉള്ളിൽ. അങ്ങനെ അവരുടെ കാർ ശ്രീനിലയത്തിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ടു ഉമ്മറത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന അച്ഛയെയും അമ്മയെയും. ആമി നിറഞ്ഞ കൺകളാൽ ഡോർ തുറന്ന് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവർക്കരികിലേക്ക് ഓടിച്ചെന്നു. അച്ഛയെ ചിണുങ്ങിക്കൊണ്ടവൾ സഞ്ജയുടെ മാറിൽ ചേർന്നപ്പോൾ അയാളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവിക അവളുടെ മൂർത്താവിൽ തലോടിക്കൊണ്ട് പുഞ്ചിരി തൂകി. അപ്പോഴായിരുന്നു അവർക്ക് രുദ്രനെ പറ്റി ഓർമ്മ വന്നത്. ലഗേജൊക്കെ എടുത്ത് ദച്ചുവിനെയും കൂട്ടി അവൻ അവർക്കൊരു ചിരിയും നൽകി അകത്തേക്ക് നടന്നു. കേറി വാ മോനെ, ദച്ചുമോളും ഉണ്ടാകുമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. രുദ്രൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് വേദിക പറഞ്ഞപ്പോൾ അവനും ദച്ചുവും കൂടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. ആമി അപ്പോഴും അച്ഛയുടെ അടുത്ത് തന്നെ ആയിരുന്നു. ഓരോ വിശേഷം പറയുകയും ഇടയ്ക്കിടെ പരിഭവപ്പെടുകയും ഒക്കെ ചെയ്ത് അച്ഛനും മകളും അവരുടേതായ ലോകത്തായിരുന്നു. രുദ്രനും ദച്ചുവും ഒരു നിമിഷം അത് തന്നെ നോക്കി നിന്നു. അവർ രണ്ടും എന്നും എങ്ങനെയാണ്? ആമിക്ക് എന്നും പ്രിയം അച്ഛയാണ്, അത് കഴിഞ്ഞേ ഞാൻ പോലുമുള്ളൂ. ലച്ചുവിന് പിന്നെ ആരോടും പ്രത്യേക അടുപ്പമൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേദിക താൻ എന്താ പറഞ്ഞത് എന്ന് ഓർത്തത്. അവർ രുദ്രനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് നിർവചിക്കാനാവാത്ത ഭാവമായിരുന്നു. ദച്ചു ആണേൽ അവരെ നോക്കി വാടി ഒരു പുഞ്ചിരി നൽകി. അല്ല, നിങ്ങളെന്താ അകത്തേക്ക് വരാത്തേ? സഞ്ജയും ആമിയും അവർക്കരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഇതേ സമയം ലച്ചുവിൻ്റെ ഓർമ്മകളാൽ രുദ്രൻ്റെ മനസ്സ് വല്ലാതെ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. അവൻ ആമിയെ നോക്കിയപ്പോൾ അവർ 2 പേരെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിൽപ്പാണ്. ആ ആമി മോളെ, ഇവരെ അകത്തേക്ക് കൂട്ടിപ്പോ, ഡ്രൈവ് ചെയ്തതല്ലേ, മോന് ക്ഷീണം കാണും, അമ്മ പറഞ്ഞപ്പോൾ ആമി അവനെ ഒന്ന് നോക്കി. ഒരു നിമിഷം 2 പേരുടെയും കണ്ണുകൾ ഇടഞ്ഞതും അവൾ പിടച്ചലോടെ നോട്ടം മാറ്റി. വരൂ, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ അവരും ചെന്നു. ഈ സമയം അത്രയും ദച്ചുവിൻ്റെ കണ്ണുകൾ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ 4 ഭാഗവും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആമി, നിന്റെ മുറിയിൽ ദീപു ഉണ്ട്, ഉറങ്ങുക, നീ ആദ്യം പോയി അവനെ വിളിച്ചെണീപ്പിക്ക്. ദീപുവേട്ടൻ പോയില്ലേ? ഞാനിപ്പോൾ വരാം, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് ഓടിപ്പോയി. അവളുടെ ഓട്ടം കണ്ടപ്പോൾ രുദ്രന് എന്തിനെന്നില്ലാത്ത ദേഷ്യം വരികയും ദച്ചുവിൻ്റെ കണ്ണുകൾ വിടരുകയും ചെയ്തു. ഇതേ സമയം ആമിയുടെ റൂമിൽ തലയണയിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് കിടക്കുവാണ് ദീപു. ദീർഘനേരത്തെ യാത്രാക്ഷീണം അവനെ വല്ലാതെ തളർത്തിയിരുന്നു. ഏട്ടാ, ആമി റൂമിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു. അവളുടെ വിളി കേട്ടപ്പോൾ അവൻ ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. അപ്പോഴേക്കും അവിടെ ക്ലോസപ്പിൻ്റെ പരസ്യം കാണിക്കുവാണ്. കുട്ടിപ്പിശാശ് എത്തിയോ? തലയ്ക്ക് കൈയും കൊടുത്ത് എഴുന്നേറ്റുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ വീർത്ത കവിളോടെ അവൾ അവനെ നോക്കി. ഉഫ്, ഞാനങ്ങ് പേടിച്ചു. ചിരി അടക്കിക്കൊണ്ട് പേടിക്കുന്ന പോലെ കാണിക്കുന്നവൻ്റെ അടുത്തേക്ക് ചിരിയോടെ അവൾ ചേർന്നിരുന്നു. എവിടെ നിന്റെ കണവൻ? രുദ്രനെ പറ്റി ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൾ താല്പര്യമില്ലാത്ത പോലെ ഇരുന്നു. താഴെ എങ്ങാനും കാണും, കൂടെ ദച്ചുവും വന്നിട്ടുണ്ട്. അവൾ അത് പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം മങ്ങിയത് ദീപുവിൻ്റെ മുഖമായിരുന്നു. ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴായിരുന്നു രുദ്രൻ മുറിയിലേക്ക് വന്നത്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു. അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം ഇടം കണ്ണാലെ അവൾ കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഇവിടെ വെച്ച് അടികൂടി അച്ഛയെയും അമ്മയെയും വിഷമിപ്പിക്കണ്ട എന്നോർത്തുകൊണ്ടവൾ അവനെ മറികടന്നുകൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവളുടെ നോട്ടം നേരെ ചെന്ന് വീണത് ലച്ചുവിൻ്റെ മുറിയിലായിരുന്നു. അടച്ചിട്ട ആ മുറി കാണുന്തോറും അവളുടെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ താൻ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ മാത്രമേ ലച്ചു ചേച്ചി ശ്രമിച്ചിട്ടുള്ളൂ. എങ്കിലും ലച്ചു ചേച്ചിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ ജീവനേക്കാൾ ഉപരി വില കൊടുക്കുന്ന പലതും വിട്ടുകൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ ചേച്ചി എവിടെയോ ആവോ? സ്വയം മനസ്സിൽ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൾ താഴേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അതിനു മുമ്പേ ഒരു കൈയാൽ അവളുടെ വായ പൊത്തി മറു കൈകൊണ്ട് അവളെ പൊക്കിയെടുത്ത് രുദ്രൻ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ നോക്കി ദേഷ്യത്തിൽ അവൾ ചോദിച്ചു. എനിക്ക് അവനെ ഇഷ്ടമല്ല എന്നറിയാവുന്നത് കൊണ്ട് മനഃപൂർവ്വം നീ അവനെ ഇവിടേക്ക് വിളിച്ചതല്ലേ? അവളെ നോക്കി മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കലിയോടെ പറയുന്നവനെ അവൾ പകപ്പോടെ നോക്കി.
അതിന് ഞാൻ ഏട്ടൻ സ്വയം മിണ്ടരുത് നീ. എനിക്കെല്ലാം അറിയാം. വെറുതെ അഭിനയിക്കേണ്ട. അല്ലേലും അഭിനയിക്കാൻ നീ മിടുക്കിയാണല്ലോ. അവനിൽ നിന്നും അത് കേട്ടപ്പോൾ അവളുടെ കൺട്രോൾ മൊത്തം പോയിരുന്നു. ആ അതെ, എല്ലാം എൻ്റെ അഭിനയമാണ്. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നോക്കിക്കോ, ദീപു ഏട്ടനോട് ഞാനിത് പറഞ്ഞു കൊടുക്കും. എന്നാ നീ ഇതും കൂടി പോയി പറ. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്തുകൊണ്ട് അവളുടെ കഴുത്തടിക്കിൽ മുഖം പോയിട്ട് വെച്ച് അവിടെ പല്ലുകൾ ആഴ്ത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ വിറച്ചുകൊണ്ടവൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കുന്നതോടൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ നേരം താഴെ തനിക്ക് നൽകിയ മുറിയിൽ ചെന്ന് ലഗേജൊക്കെ എടുത്തു വെച്ച് വേഗത്തിൽ വേഷം മാറുകയാണ് ദച്ചു. ദീപുവിനെ കാണാൻ അവളുടെ മനസ്സ് വല്ലാതെ തുടികൊട്ടുന്നുണ്ടായിരുന്നു. വേഗത്തിൽ റൂമിൽ നിന്നും ഇറങ്ങിയ അവൾ നേരെ ചെന്ന് പെട്ടത് സ്റ്റെയർ ഇറങ്ങി എന്തോ ആലോചനയിൽ വരുന്ന ദീപുവിൻ്റെ മുന്നിലാണ്. അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നെങ്കിലും അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ മുഖം തിരിച്ചു പുറത്തേക്ക് നടന്നു. നിറഞ്ഞ കൺകളാൽ അവൻ പോകുന്നത് നോക്കി ഒരു നിമിഷം നിന്നു. ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ഈ സമയം ബാംഗ്ലൂരിൽ രാവിലെ ജോലിക്ക് പോയ അരുണിനെ വരാമെന്ന് പറഞ്ഞ സമയമായിട്ടും കാണാതെ ആയപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഹാളിൽ അവനെ നോക്കി ഇരിപ്പാണ് ലച്ചു. ഫോണിൽ കുറേ വിളിച്ചെങ്കിലും കിട്ടാതെ ആയപ്പോൾ അവളിൽ വല്ലാത്തൊരു പേടി വന്നു നിറയുന്നുണ്ടായിരുന്നു. ഒടുക്കം കുറച്ചു സമയത്തിന് ശേഷം കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടതും അവൾ സന്തോഷത്തോടെ ഡോർ പോയി തുറന്നു. എന്നാൽ മുന്നിൽ 4 കാലിൽ ആടി ആടി നിൽക്കുന്ന അരുണിനെ കണ്ടതും ലച്ചു ഞെട്ടിത്തെറിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അറിഞ്ഞ കാലം മുതൽ ഒരു ദുശീലവും അരുണിനില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ അവൻ്റെ ആ കോലം കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ബോധമില്ലാതെ അരുൺ അവളുടെ മേലെ വീണിരുന്നു.